വെയിൻ മാറുന്ന ഒരു അസുഖമാണോ? വെരിക്കോസ് വെയിൻ കാരണമുണ്ടാവുന്ന മുറിവുകൾ കുറേ നാളുകളായി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് കരിയുന്നതാണോ? അതുപോലെ തന്നെ ഇതിനെന്തൊക്കെ മരുന്നുകളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. വെരിക്കോസ് വെയിൻ ക്രോണിക് വീനസ് ഡിസീസസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് പുരുഷന്മാരിലേക്കാളും കണ്ടുവരുന്നത്. അതായത് 80% സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ പ്രഗ്നൻസി ആവാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളാവാം, അതുമല്ലെങ്കിൽ ജനറ്റിക്കലായിട്ടുള്ള റീസൺ കൊണ്ടും വരാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ജോബ് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നതെങ്കിൽ അതും കാരണങ്ങളാവാം. ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരിലും ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇൻടേക്ക്, അതുപോലെ തന്നെ ഈ ലോങ് സ്റ്റാൻഡിങ് എല്ലാം പുരുഷന്മാരെയും ബാധിക്കുന്നവയാണ്. അതായത് നമ്മളിപ്പോൾ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ബോഡിയിൽ വരുന്ന ഒരു ഗ്രാവിറ്റി, അതായത് താഴോട്ടായിരിക്കും ആ ഒരു പുള്ളിങ് ഗ്രാവിറ്റി ബോഡിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിൻസ് എന്ന് പറയുന്നത് കൂടുതലും അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഒരിക്കലും ഡൗൺവേർഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളിലുള്ള മസിൽസിൻ്റെയോ ഇല്ലെങ്കിൽ ഈ വെയിൻസിൻ്റെ ആയാലും ഉള്ളിൽ 2 വാൽവുകളുണ്ട്. അപ്പോൾ ഈ വാൽവുകൾ അതിൻ്റെ വീക്ക്നെസ് വന്നു കഴിയുമ്പോൾ ഈ ബ്ലഡ് ഫ്ലോ മുകളിലേക്കുള്ളത് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കാലുകളിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഫുട്ട് റീജിയനിലൊക്കെ തടിച്ചുരുണ്ട തരത്തിലുള്ള വെയിനുകൾ കാണപ്പെടുന്നു. അത് ചിലപ്പോൾ ഒരു നീല നിറത്തിൽ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറായിട്ടായിരിക്കും കാണുന്നത്. വെരിക്കോസ് വെയിനിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു പുള്ളിങ് പെയിൻ ഉണ്ടാവാം, സ്വെല്ലിങ്, അതായത് നീർക്കെട്ട് കാലുകളിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ ഒരു മസിൽ ക്രാമ്പ് കാണപ്പെടുന്നതാണ്. സ്പെഷ്യലി വിമൻസിൽ അവരുടെ പീരീഡ്സിൻ്റെ സമയത്ത് ഒരു പുള്ളിങ് പെയിൻ വരുന്നത് കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സ്കിൻ ഡാർക്കനിങ്, ആ വെരിക്കോസ് വെയിൻ ഉള്ള ഏരിയയിൽ ആ ഒരു സ്കിന്നിന് കുറച്ചുകൂടെ ഒരു ഡാർക്കനായിട്ടും കാണപ്പെടുന്നതാണ്. ഇനി ചില കേസുകളിൽ ഈ ഒരു വെരിക്കോസ് വെയിൻ അതായത് ചിലപ്പോൾ സൂപ്പർഫിഷ്യലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഡീപ്പ് ആയിട്ടായിരിക്കും ഈ വെയിൻസ് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പറയുന്നതാണ് ഡീപ്പ് വെരിക്കോസ് വെയിൻസ് എന്ന്. ചിലപ്പോൾ ഒരു സ്പൈഡർ, അതായത് ഒരു ചിലന്തിയുടെ ഒരു ഷേപ്പിലൊക്കെ ആവാം തുടയിലോ ഇല്ലെങ്കിൽ കാഫ് മസിൽ റീജിയനിലൊക്കെ ഇത് കാണുന്നത്. വെരിക്കോസ് വെയിനിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വെരിക്കോസ് അൾസേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് ഉള്ളവരിൽ വളരെ കാലം നീണ്ടു നിൽക്കുകയും അത് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയമെടുക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഈ വെരിക്കോസ് അൾസേഴ്സിന് ചിലപ്പോൾ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും അത് കരിയാനായിട്ട് സമയം കൂടുതലെടുക്കുന്ന രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും എന്തെല്ലാം മോഡിഫിക്കേഷൻസ് നമുക്കിതിന് വേണ്ടി വരുത്തണമെന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതായത് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ടും കറക്റ്റ് ടൈമിൽ ഫുഡ് കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ഒരു പെർട്ടിക്കുലർ ടൈം ഗ്യാപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതും നിങ്ങൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ അതിൻ്റെ അളവ് നോക്കിയിട്ട് കുടിക്കുക. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുന്നുണ്ടാവാം, പക്ഷേ അതിൽ ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിട്ടോ ചിലപ്പോൾ നിങ്ങൾ പുറകിലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുറവ് നിങ്ങൾ നികത്തുക. അതുപോലെ തന്നെ ഡ്രൈ നട്ട്സും ബാക്കി നോൺ വെജ് ഐറ്റംസും കഴിക്കുന്നവർ അതും എല്ലാം ഇൻക്ലൂഡാക്കി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ എല്ലാം ഉപരി ടൈമിംഗ് മാനേജ്മെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. എല്ലാ ദിവസവും കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ കാർഡിയാക് ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാം. ലെഗ് ആൻഡ് തൈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വെരിക്കോസ് വെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടെ ഹാർട്ട് ലെവലിൽ നിന്ന് കാല് റേസ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടതാണ്. കാലുയർത്തി ഭിത്തിയിലേക്കൊക്കെ വെച്ച് ചെയ്യുന്ന എക്സസൈസുകളുണ്ടല്ലോ, അപ്പോൾ അത് ആരുടെയെങ്കിലും ഇൻസ്ട്രക്ഷൻ പ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. ആയുർവേദത്തിൽ വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് നമുക്ക് അഭ്യംഗം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ധാര ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഉദ്ധ്വർത്തനവും ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം നമുക്ക് ഇൻറ്റേർണലി മെഡിസിൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സഹചരാതി തൈലം പോലുള്ള തൈലം ഉപയോഗിച്ച് വെരിക്കോസ് വെയിനുള്ള ഏരിയകളിൽ അപ്വേർഡ് മസാജ്, ഒരിക്കലും ഡൗൺവേർഡ് താഴോട്ടല്ല മുകളിലേക്ക് മസാജ് ചെയ്യാവുന്നതും, അതും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആയാലും സഹചരാതി തൈലം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു തൈലം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഇത് മാറുന്നതല്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഇൻറ്റേർണൽ മെഡിസിൻസും ആയുർവേദ തെറാപ്പിയും എല്ലാം കൂടെ അതിൻ്റെ ഒരു സംയോഗം വന്നു കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്.